നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ മുതൽ അങ്ങോട്ടുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് റൊമാഞ്ചിഫിക്കേഷൻ മത്സരങ്ങളാണ്. എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത്? ബാഴ്സയും റയൽ മാഡ്രിഡും രണ്ട് ബ്രാക്കറ്റുകളിലാണ്. സോ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ അത് ഫൈനലിൽ മാത്രമായിരിക്കും. വരുമോ ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ? അങ്ങനെയൊന്നും ഉണ്ടായാൽ അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. കളി നടക്കുക മെയ് മാസത്തിൻ്റെ അവസാനത്തിൽ അങ്ങ് ഹംഗറിയിൽ ബുഡാപെസ്റ്റിൽ ഫെറങ് പുസ്കാസിൻ്റെ പേരിലുള്ള പുസ്കാസ് അറീനയിലാണ്. അവിടെ റയലും ബാഴ്സയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും. അതുമാത്രമല്ലെന്നേ, നോക്കുക, ഉദ്ഘാടന വേൾഡ് കപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ 32 ടീമുകളുള്ള ബൃഹത്തായ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷമായിരുന്നു. ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണ്? ചെൽസിയും പാരീസ് സെൻ ജർമ്മനും തമ്മിലാണ്. സോ ഒരു വേൾഡ് കപ്പ് ഫൈനലിൻ്റെ റീമാച്ച് ഇവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ, അതിനൊരു റീമാച്ച്, ചെൽസി വേഴ്സസ് പാരീസ് സെൻ ജർമ്മൻ, അതിൻ്റെ തനിയാവർത്തനം സംഭവിക്കുമോ? 2 ഗോൾസ് കോൾ പാൽമർ അതുപോലെ തന്നെ ജാവോ പെഡ്രോ ഒക്കെ ഫസ്റ്റ് ഹാഫിൽ അടിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻസോ മാരസ്കയുടെ ടീം വേൾഡ് ചാമ്പ്യൻസ് ആയത്. അതിനൊരു പ്രതികാരം ചെയ്യുമോ? ഏതായാലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നർത്ഥം. നോക്കുക, ഇവിടെ നമ്മൾ ഈ ഫിക്സർ കാണുമ്പോൾ തന്നെ വളരെ ആവേശം തുടിക്കുന്ന മത്സരങ്ങളാണ്. PSG വേഴ്സസ് ചെൽസി, ഞാൻ പറഞ്ഞല്ലോ വേൾഡ് കപ്പ് ഫൈനലിൻ്റെ റീമാച്ച്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി, അത് പിന്നെ കണ്ട് മടുത്തു എന്ന് പറഞ്ഞാലും വീണ്ടും കാണാൻ ഒരു ആഗ്രഹം തോന്നുന്ന പോരാട്ടമാണ്. തുടർച്ചയായ 5ാമത്തെ സീസണിലാണ് നോക്കൗട്ടിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം വരുന്നത്. അതൊരു പുത്തൻ റെക്കോർഡാണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ചെൽസിയുടെ താരങ്ങളായിട്ട് റൂഡിഗറും കോട്ടുവയും സിറ്റിയെ നേരിട്ടതിനേക്കാൾ കൂടുതൽ റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളായിട്ട് നേരിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ കണ്ട് മടുത്തു എന്ന് പറയുമെങ്കിലും വീണ്ടും കാണാൻ ആഗ്രഹമുള്ള ആ പോരാട്ടം ഇത്തവണയുമുണ്ട്. പിന്നെ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു വന്ന അറ്റലാന്റയെ നേരിടുന്നത് ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്കിനും ആഴ്സണലിനും ഇത്തവണ അവർക്ക് സെമി ഫൈനൽ വരെ അവരുടെ സെക്കൻഡ് ലെഗ് മത്സരം ഹോം മത്സരമായിരിക്കും എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ അല്ലെങ്കിൽ ലീഗ് ഘട്ടത്തിൽ 1-2 സ്ഥാനങ്ങളിൽ വന്നത് അവരാണ്. അതോടൊപ്പം തന്നെ ബോഡോ ഗ്ലിംറ്റിൻ്റെ കുതിച്ച് പായൽ, അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അവർക്കിനിയിപ്പോൾ സ്പോർട്ടിംഗ് CP ആണുള്ളത്. അപ്പോൾ സ്പോർട്ടിംഗ് CPയെ വീഴ്ത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരവസ്ഥ കൂടി സംജാതമാകുന്നു. സോ ഒരുപാട് ആവേശകരമായ മത്സരങ്ങൾ നമുക്ക് ഈ പ്രീ ക്വാർട്ടറിൽ തന്നെയുണ്ട്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നോക്കുക, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് FC ബാഴ്സലോണ മത്സരം ക്വാർട്ടർ ഫൈനലിൽ വരാൻ സാധ്യത. അതാണ് എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത്. അത്ലറ്റി വേഴ്സസ് ബാഴ്സലോണ. ഇനിയിപ്പോൾ കോപ്പ ഡെൽ റേയിൽ ഒരു മത്സരം ബാക്കിയുണ്ട്. ആദ്യ ഭാഗത്തിൽ നന്നായിട്ട് പണി കൊടുത്താണ് ബാഴ്സക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ്. അതിതാ വരും ദിവസങ്ങളിൽ ക്യാമ്പ് നൗവിൽ നടക്കുകയാണ്. ഒരു തിരിച്ചു വരവ് ബാഴ്സക്ക് നടത്താൻ പറ്റുമോ എന്നുള്ള ആരാധകർ നോക്കുകയാണ്. അതുകൂടാതെ പിന്നെ ഒരു കളി ലാലിഗയിലും ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്നും കൂടാതെ UCLൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്നാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ആഴ്സണൽ മുന്നോട്ട് പോകുന്നു, ലെവർക്യൂസിനെ തോൽപ്പിച്ചുകൊണ്ട് എന്ന് കരുതുക. ബോഡോ ഗ്ലിംറ്റ് വന്നവർ അട്ടിമറിച്ചാലോ? അയ്യോ, അതൊരു വല്ലാത്ത സംഭവമായിരിക്കും. ക്വാർട്ടർ ഫൈനലിൽ അതിന് സാധ്യതയുണ്ട്. ആരെയൊക്കെ ഇല്ല എന്നൊന്നും ആരും പറയണ്ട. കാരണം സിറ്റിയെ തോൽപ്പിച്ചിട്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചിട്ട്, ഇന്റർ മിലാനെ തോൽപ്പിച്ചിട്ട് കടന്നു വരികയാണ് അവർ. അങ്ങനെ വമ്പന്മാർക്കൊക്കെ പണി കൊടുത്തിട്ട് കഴിഞ്ഞ UCLൻ്റെ ഫൈനൽ കളിച്ച ടീമല്ലേ ഇന്റർ മിലാൻ. ആ ഇന്റർ മിലാനെ തോൽപ്പിച്ചില്ലേ, സിറ്റിയെ തോൽപ്പിച്ചില്ലേ, അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചില്ലേ, എന്തും സംഭവിക്കാമെന്നർത്ഥം. അത്തരത്തിലാണ് അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്സണലിലെങ്ങാനും ക്വാർട്ടർ ഫൈനലിൽ അവർ അട്ടിമറിച്ചാൽ അതൊരു വല്ലാത്ത സംഭവം തന്നെയായിരിക്കും. അതുപോലെ തന്നെ മുന്നോട്ട് വന്നിട്ട് പാരീസ് സെൻ ജർമ്മനും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിലോ അതും വല്ലാത്തൊരു പോരാട്ടമായിരിക്കും. കഴിഞ്ഞ UCLൽ നമ്മൾ ഗ്രൂപ്പ് ലീഗ് ഘട്ടം കഴിയുമ്പോൾ 1ാമതെന്ന ലിവർപൂളാണ്. പക്ഷേ ഈ പറയുന്ന പ്ലേ ഓഫൊക്കെ കടന്നു വന്ന പാരീസ് എല്ലാവരെയും മറികടന്ന് പിന്നെ കിരീടത്തിലേക്ക് പോകുന്നതും കണ്ടു. ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക് പോരാട്ടത്തിനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട് എന്നതുകൂടി അറിയുക. സിറ്റിയെ തോൽപ്പിച്ച് മുന്നോട്ട് കടന്നാൽ, അറ്റ്ലാന്റയെ തോൽപ്പിച്ച് ബയൺ കടന്നാൽ
അതൊരു മികച്ച പോരാട്ടമായിരിക്കും. ഇനി അതല്ല, മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബയൺ മ്യൂണിക്ക് പോരാട്ടമാകുമോ ക്വാർട്ടറിൽ ഉണ്ടാവുക? അങ്ങനെയെങ്കിൽ പെപ് ഗാർഡിയോളക്ക് തൻ്റെ പഴയ ടീമിന് എതിരെ നേർക്കുനേർ വരാനുള്ള അവസരം കൂടി അവിടെ ഒരുങ്ങി വരുന്നു എന്നതും ഓർക്കുക. ചുരുക്കത്തിൽ സൂപ്പർ പോരാട്ടങ്ങൾ, ഒരു എൽ ക്ലാസിക്കോ ഫൈനലിനടക്കം സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ഈ UCL ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി ഇതൊരു റൊമാൻറ്റിഫിക്കേഷൻ ഷെഡ്യൂൾ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.